കട്ടപ്പന നഗരസഭാ പരിധിയിൽ വാഴവര വാകപ്പടിയിലടക്കം കാട്ടാന ജനവാസ മേഖലയിലെത്തിയ സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് നിവേദനം നൽകി. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിലിന്റെ നേതൃത്വത്തിലാണ് ഫോറസ്റ്റ് ഓഫീസിലെത്തി നിവേദനം നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പന നഗരസഭാ പരിധിയിൽ വാഴവര വാകപ്പടിയിൽ കാട്ടാന ജനവാസ മേഖലയിലെത്തിയത്. അടിമാലിക്കുമളി ദേശീയപാതയ്ക്ക് സമീപത്താണ് ആന എത്തിയത്. നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിൽ കാട്ടാനകൾ എത്തിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. ഈ വിഷയത്തിലാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് നിവേദനം നൽകിയത്. നിവേദനം നൽകിയ ശേഷം കോൺഗ്രസ് നേതാക്കളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി വിഷയത്തിൽ ചർച്ചയും നടത്തി. അദ്ദേഹം ഇവിടെ കടന്നു വരികയും ഞങ്ങളുമായിട്ട് സംസാരിച്ചതിന് ഫലമായും PRT സംഘത്തെ പബ്ലിക് റിലേഷൻ ടീമിനെ വെച്ചുകൊണ്ട് അവിടെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഇതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഒരുക്കാവുന്നതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമുക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ടൗൺ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ ആശങ്ക അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടുവാനുള്ളത്. അപ്പോൾ ഉദ്യോഗസ്ഥർ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥരുടെ അനുകൂലമായ നിലപാടിനോടൊപ്പം തന്നെയാണ് ഞങ്ങൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പൊതുപ്രവർത്തകരെല്ലാം തന്നെ നിൽക്കുന്നത്. ഇനി മറിച്ച് വനം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കർഷകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായിട്ട് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നുള്ള കാര്യം ഉദ്യോഗസ്ഥർക്ക് അറിയിക്കും. സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കോൺഗ്രസ് നേതാക്കൾക്ക് ഉറപ്പ് നൽകി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നാട്ടുകാരെയും കൂടി ഉൾപ്പെടുത്തി PRT സംഘത്തെ നിയോഗിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഫോറസ്റ്റ് അധികൃതർ ഉറപ്പ് നൽകി. കാട്ടാന ശല്യം തടയുന്നതിന് വേണ്ടിയാണ് നമ്മളിന്നിവിടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മീറ്റിങ്ങിൽ പലരും പറയലായി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ആന വന്നിരിക്കുന്നത്. ഇത് നമ്മൾ യോജിച്ച് അവിടുത്തെ നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും യോജിച്ച് നീങ്ങിയാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ നാളെ തന്നെ അവിടെ ഒരു PRT വിവരിക്കും. അതുമൂലം നമ്മുടെ ഇവിടുത്തെ കാട്ടാന ശല്യം തടയുകയും. വാകപ്പടിക്ക് സമീപത്ത് 30 വർഷങ്ങൾക്ക് മുമ്പ് ആന ഇറങ്ങിയിരുന്നതായി ആളുകൾ പറയുന്നുണ്ട്. ഇതിനുശേഷം ഇത് ആദ്യമായിട്ടാണ് ആന ജനവാസ മേഖലയിൽ എത്തുന്നതെന്നും ജനങ്ങൾ പറയുന്നു. കാട്ടാനകൾ കാടുവിട്ട് കൂടുതൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.